പരസ്യ സംവാദത്തിൻ്റെ വെല്ലുവിളികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചില മണ്ഡലങ്ങളിലെ ചില സ്ഥാനാർത്ഥികൾ തമ്മിൽ പരസ്യ സംവാദത്തിനുള്ള വെല്ലുവിളികൾ അത് ചിലർ ഏറ്റെടുക്കുന്നു, ചിലർ ഏറ്റെടുക്കുന്നില്ല. അതുപോലെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ പരസ്യ സംവാദം നടക്കണം എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഈ പരസ്യ സംവാദം നല്ലതാണോ വേണമോ എന്ന് നോക്കാം. അപ്പോൾ പരസ്യ സംവാദം നിയമസഭയിൽ വെച്ച് നടക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിൽ. അപ്പം അതുപോരെ എന്നുള്ളതാണ് മുഖ്യമന്ത്രിയുടെ നിലപാട്. അപ്പോൾ തീർച്ചയായിട്ടും നിയമസഭയിൽ നടക്കുന്നുണ്ട്, പരസ്യ സംവാദം തന്നെയാണ് അവിടെ നടക്കുന്നത്. അവിടുത്തെ മോഡറേറ്റർ സ്പീക്കറാണ്. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. നിയമസഭയ്ക്കകത്തെ സംവാദത്തിന് നിയമസഭാ ചട്ടങ്ങളുടെ ഒരു ചട്ടക്കൂടിനുള്ളിൽ നിന്നാണ് ആ സംവാദം നടക്കുന്നത്. പക്ഷേ ഇലക്ഷൻ്റെ പ്രചരണ സമയത്ത് പുറത്ത് ഒരു സംവാദം നടന്നു കഴിഞ്ഞാൽ നിയമസഭയ്ക്കയുടെ ചട്ടങ്ങളൊന്നുമില്ല, ചട്ടക്കൂടുകളുമില്ല. വളരെ ഓപ്പണായിട്ട് ഒരു ചട്ടങ്ങളുടെ വേലിക്കെട്ടുകളും ഇല്ലാതെ തുറന്ന് ഒരു സംവാദം നടക്കുന്നത് ഓരോ സ്ഥാനാർത്ഥിയുടെയും അതുപോലെ ഓരോ മുന്നണിയുടെയും ഒക്കെ അവരുടെ കാഴ്ചപ്പാടും അവരുടെ നിലപാടും അവരുടെ ഉത്തരങ്ങളും ഒക്കെ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് അതുപോലെ വോട്ടർമാർക്ക് ഒക്കെ കാണാനും അറിയാനുമൊക്കെയുള്ള ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് പരസ്യ സംവാദം ജനാധിപത്യത്തിന് വളരെ നല്ലതാണ്. തുല്യരായിരുന്ന് പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും കൂടെ ഒരു സംവാദം തീർച്ചയായിട്ടും വളരെ വളരെ അത്യാവശ്യമാണ്, നല്ലതാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഒരു പ്രശ്നം, അദ്ദേഹം മറ്റുള്ളവരോട് തുല്യരാകാൻ, കേരളത്തിലെ മറ്റു മനുഷ്യരോട് തുല്യരാകാൻ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമില്ല. അദ്ദേഹം ദൈവതുല്യനാണ്. അതുകൊണ്ട് സാധാരണ മനുഷ്യരോട് തുല്യത അദ്ദേഹത്തിന് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അതുകൊണ്ടായിരിക്കാം ഈ പ്രതിപക്ഷ നേതാവിൻ്റെ അടുത്തൊക്കെ സംവാദം നടത്തുന്നത് എനിക്ക് കുറച്ചിലാണ് എന്നുള്ളൊരു തോന്നലും, അത് നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ മാത്രം സംവാദം നടത്താമെന്നൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത, ആ ഒരു തുല്യതയുടെ പ്രശ്നമാണ്. അദ്ദേഹം ദൈവതുല്യനാണ് എന്ന് ഒക്കെ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ചില അനുയായികൾ ചിന്തിക്കുന്നത്. അദ്ദേഹവും അതങ്ങനെ ചിന്തിക്കുന്നുണ്ടാകാം. മറ്റ് ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ സംവാദങ്ങൾ നടത്തുന്നത് ഈ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി ഒരു LDFൻ്റെ പ്രചരണത്തെ നയിക്കുന്ന ആൾ എന്നുള്ള ആ ഒരു റോളിലാണ് ഈ പരസ്യ സംവാദം വേണ്ടത്. അപ്പോൾ UDFനെ നയിക്കുന്ന ഒരു നേതാവും LDFനെ നയിക്കുന്ന മുഖ്യമന്ത്രിയും, കാരണം മുഖ്യമന്ത്രിയുടെ പടം വെച്ചാണ് കേരള ഒട്ടാകെ LDFൻ്റെ പ്രചരണം നടക്കുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ പടത്തിൻ്റെ ഒപ്പം മറ്റു പലരും ഉണ്ടെങ്കിലും അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള റോളുള്ളത് കൊണ്ട് അദ്ദേഹവും തമ്മിലുള്ള ഒരു സംവാദം നടക്കേണ്ടതാണ്. അത് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഒരു മോഡറേറ്ററെ വെച്ച്, ദൂരദർശനിൽ നിന്നോ അല്ലെ അങ്ങനെ എന്തെങ്കിലും ഒരു മോഡറേറ്ററെ വെച്ച് പ്രതിപക്ഷ നേതാവിൻ്റെയും മുഖ്യമന്ത്രിയുടെയും ഒരു തുറന്ന സംവാദം നിയമസഭാ ചട്ടക്കൂടുകളുടെ ചട്ടങ്ങളൊന്നും ഇല്ലാതെ നടത്തുന്നത് ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പിനെ സഹായിക്കും. ഇത് മാത്രമല്ല, ഈ ഇന്ത്യയിലെ നാഷണൽ പാർട്ടികളുടെ, ദേശീയ പാർട്ടികളുടെ ഈ കേരളത്തിൽ പരസ്പരം മത്സരിക്കുന്ന സംസ്ഥാന അധ്യക്ഷന്മാർ തമ്മിലും അതുപോലെ ഒരു പരസ്യ സംവാദം ഇലക്ഷൻ കമ്മീഷൻ തന്നെ നടത്തുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് കുറച്ചുകൂടെ കാഴ്ചപ്പാടുകളും അതുപോലെ നിലപാടുകളും പ്രശ്നങ്ങൾക്കുള്ള ഉത്തരങ്ങളുമൊക്കെ കൃത്യമായിട്ട് കണ്ട് ഒരു നല്ല തിരഞ്ഞെടുപ്പ്, നല്ല സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കാൻ, നല്ല മുന്നണിയെ തിരഞ്ഞെടുക്കാൻ, അപ്പോൾ അങ്ങനെ ഒരു കുറച്ചുകൂടെ മെച്ചപ്പെട്ട, ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭരണം ലഭിക്കാനും അത് കാരണമാകും.